എല്ലാവർക്കും നമസ്കാരം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു എഴുത്തുകാരനാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്, ബെന്യാമിൻ. ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന മലയാളത്തിലെ മികച്ച നോവലുകളിലൊന്നായ മഞ്ഞവെയിൽ മരണങ്ങളെക്കുറിച്ചുള്ള സെഷനാണ് ഇപ്പോഴത്തെ ഇവിടെ നടക്കുന്ന സംസാര വിഷയം. മഞ്ഞവെയിൽ മരണം എന്ന നോവലുമായിട്ട് എനിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്. അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2012 എൻ്റെ കല്യാണം കഴിയുന്നത്. 2012 കല്യാണം കഴിഞ്ഞ് ഈ മധുവിധു നാളിലാണ് ഞാൻ ഈ നോവൽ വായിക്കുന്നത്. അതായത് കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു 4-ാം ദിവസം രാത്രി എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഈ പുസ്തകം എടുത്തൊന്ന് ഒരു പേജ് വായിച്ചത് നമുക്ക് ഈ നോവൽ വായിച്ചവർക്കറിയാം, അത് വായിച്ച് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ തോന്നില്ല. ഞാനിതിങ്ങനെ വായിച്ച് സമയം പോകുന്ന അറിയില്ല. അപ്പോൾ എൻ്റെ സഹധർമ്മിണി എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കിടക്കാനായിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ, ഒരു 2 പേജ് കൂടെ കഴിയട്ടെ, 3 പേജ് കഴിയട്ടെ പറഞ്ഞ് ഞാനിത് ഫുള്ള് വായിച്ചു തീർത്തു. ഒരു പുലർച്ചയായി ഇത് വായിച്ചു തീരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഈ വായിച്ചു തീർന്ന് എൻ്റെ കിടപ്പറയിലേക്ക് വരുമ്പോൾ പാവം എൻ്റെ പങ്കാളി കിടന്നുറങ്ങിക്കഴിഞ്ഞു. ഞാനിതിന് ഈ നോവലിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ആലോചിച്ച് ഉറക്കം കിട്ടാതെ അന്ന് രാത്രി മൊത്തം കിടക്കേണ്ടായി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ 3-4 ദിവസം അവൾ കിടപ്പറ സമരം പ്രഖ്യാപിച്ചു. കാരണം മധുവിധു നാളിലെ രാത്രി നഷ്ടപ്പെടുത്തിയതിന് കിടപ്പറം സമരം പ്രഖ്യാപിച്ച ഒരു അനുഭവം ഈ നോവലുമായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നോവൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറക്കാനാവാത്ത ഒരു പ്രതിപ്പട്ടിയിൽ നിൽക്കുന്ന ഒരു നോവലാണ്. അപ്പോൾ ആ സന്തോഷം എന്നെ അത്രമേൽ വൈകാരികമായി അട്ടിമറിച്ച, എന്നെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർത്ത പലവിധ മാനങ്ങളിലെ നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും അല്ലേ? അത് തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബാറ്റൺ നിങ്ങൾക്ക് കൈമാറും. നിങ്ങളാണ് ഇന്ന് ബെന്യാമിനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അതായത് നിങ്ങളുടെ നോവലുകളുടെ തലക്കെട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വ്യത്യസ്തതയുണ്ട്. ഇപ്പോൾ എൻ്റെ കഥകളോ നോവലിൻ്റെ പേര് പറഞ്ഞാൽ അതിനൊന്നും ഒരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ അതിനൊരു കൗതുകമൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് കപ്പാസിറ്റി എനിക്കില്ല. ഇതിപ്പോൾ ആടുജീവിതം, മൾബറി, ഇപ്പോൾ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന പേര്, ആ നോവൽ ഇപ്പോൾ ഞാൻ ഇറങ്ങിയ നോവലുകളിൽ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന ആ തലക്കെട്ടിന് മാത്രമാണ് അതിൻ്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. എങ്ങനെയാണ് ഈ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന പേര് മനസ്സിലേക്ക് വരുന്നത്? എന്താണ് ആ മഞ്ഞവെയിൽ മരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് വാൻഗോഗുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ലേ? ഒന്നും ഉണ്ടാവില്ല. ഒരു ബന്ധമില്ല. എല്ലാവർക്കും നമസ്കാരം. രാവിലെ ഡിഗോ ഗാർഷ്യ അല്ലെങ്കിൽ മഞ്ഞവെയിൽ മരണങ്ങളുടെ 2ാം ഭാഗം എന്ന് പറഞ്ഞൊരു സെഷനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏറെ നേരം ഇതിനെക്കുറിച്ച് രാവിലെ ഒരു സംസാരം കഴിഞ്ഞതാണ്. അതിനുശേഷം ബുക്ക് സൈനിങ് സെൻറ്റർ ബുക്ക് സൈൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് മഞ്ഞവെയിൽ മരണങ്ങളുടെ 1,00,000 കോപ്പി ആയി എന്ന കവറോടുകൂടി പുതിയ പതിപ്പ് വന്നത് ഞാൻ കാണുന്നത്. അതിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല അത് അത്രയും ആയിട്ടുണ്ടല്ലേ പുതിയ കവർ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് അപ്പോൾ ആടുജീവിതം മാത്രമല്ല, മഞ്ഞവെയിൽ മരണങ്ങളും 1,00,000 എത്തിച്ച വായനക്കാരോട് ആദ്യമേ തന്നെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. തലക്കെട്ടുകളെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് തലക്കെട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു നോവൽ എഴുതുന്നതിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറയുന്നത് തലക്കെട്ട് ഇടുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഭാഗ്യവശാൽ കുറച്ച് നല്ല തലക്കെട്ടുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരമുണ്ടായിട്ട്. ഒരിക്കൽ കുഴൂർ വിൽസനെ കണ്ടപ്പോൾ കുഴൂർ വിൽസൺ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സർഗാത്മകമായ നിമിഷം നിങ്ങൾ ബെന്യാമിൻ എന്ന പേര് സ്വയം കണ്ടുപിടിച്ചതാണ് എന്ന്. അത് ശരിയാ, ഗംഭീര പേരാ ബെന്യാമിൻ. ഷാജി കുമാർ എന്നെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒരു പുച്ഛം തോന്നും. ബെന്യാമിൻ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ട് സത്യം. അപ്പോൾ അങ്ങനെ ചില സൂത്രവിദ്യകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ടാണ്. മഞ്ഞവെയിൽ മരണങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഈ ഏതൊരു നോവലെഴുത്തിൻ്റെയും എല്ലാ ഘട്ടങ്ങളിലും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതിൻ്റെ തലക്കെട്ട് എന്തായിരിക്കണം, ഇതിൻ്റെ പേരെന്തായിരിക്കണം എന്നാണ്. പലതരത്തിലുള്ള പേരുകൾ നിരന്തരം ആലോചിച്ചുകൊണ്ടേ ഇരുന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ പേരിൽ എത്തുന്നത്.
അത് ഏറ്റവും കുറവ് പക്ഷേ അനുഭവിച്ചത് ആടുജീവിതത്തിലായിരിക്കും. പക്ഷേ ആടുജീവിതം ഇങ്ങനെ നോവൽ എഴുതി വരുമ്പോൾ പല ഘട്ടങ്ങളിലും ആ അധ്യായം അവസാനിക്കുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം മൊത്തത്തിൽ അതിൻ്റെ ഒരു നല്ല പേരതാണ് എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ മഞ്ഞവെയിൽ എന്ന് പറഞ്ഞ പേരിലേക്ക് എത്തുന്നത് ഈ നോവലിൽ ദുരൂഹമായ ധാരാളം സാഹചര്യങ്ങളുണ്ട്, പിടികിട്ടാത്ത ധാരാളം സാഹചര്യങ്ങളുണ്ട്. ഇപ്പം സെന്തിലിനെ കൊന്നതാരാണ്, ക്രിസ്ത്യൻ തപ്പേർ എങ്ങോട്ട് പോയി, മെൽവിൻ പിന്നെ എന്ത് സംഭവിച്ചു, അല്ലെ മെൽവിനെ കൊന്നതാണോ, ഇങ്ങനെ ധാരാളം പിടികിട്ടാത്ത അവ്യക്തമായ ദുരൂഹമായ സാഹചര്യങ്ങൾ അതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ദുരൂഹമായ സാഹചര്യങ്ങളെയും മരണങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒരു പേരായിരിക്കണം ഇതിൻ്റേത് എന്ന തരത്തിലാണ് ആലോചന തുടങ്ങിയത്. അങ്ങനെയാണത് ഒന്നെങ്കിൽ മഞ്ഞ എന്ന ഒരു പേരിലേക്ക് എത്തുന്നത്. മഞ്ഞ സായം സന്ധ്യയുടെ ഒരു കളറ്, അല്ലെങ്കിൽ അവ്യക്തതയുടെ ഒരു കളറ്, പൂർണ്ണമായും വെളിച്ചമെത്താത്ത ഇടത്തിൻ്റെ ഒരു കളർ, അങ്ങനെയൊക്കെ എത്തിയിട്ടാണ് മഞ്ഞ എന്നത്. അപ്പോൾ മഞ്ഞ മരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സുഖമില്ല എന്ന ഒരു ഘട്ടത്തിൽ ആണ് ഈ സന്ധ്യയുമായിട്ടോ ഒക്കെ അതിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് മഞ്ഞ വെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പേരിലേക്ക് എത്തുന്നത്. അതിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഈ വെയിൽ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ മാത്രമുള്ള ഒരു സാധനമാണ്. ഇംഗ്ലീഷിൽ നമുക്ക് വെയിലിന് അത്രയും മനോഹരമായ ഒരു പേരില്ല. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ യെല്ലോ ലൈറ്റ്സ് ഓഫ് ഡെത്ത് എന്നൊക്കെ ആയിപ്പോയി. എനിക്കത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പേരാണ്. കാരണം ഈ വെയിലിൻ്റെ ഒരു മനോഹാരിതയുണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം ഈ പേരിലേക്ക് എത്തിയത് അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഈ കഥയുടെ മൊത്തം സാരാംശം എന്താണ്, അതിനെ എംഫസൈസ് ചെയ്ത് പറയേണ്ടത് എന്ത് വിഷയത്തെക്കുറിച്ചാണ്, അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടാണ് ഒരു പേര് വരുന്നത്. മഞ്ഞവെയിൽ മരണങ്ങളിൽ എത്തിയത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു പേരാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. താങ്ക് യു. 14 വർഷമായി നോവൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ബെന്യാമിൻ പറഞ്ഞ പോലെ 1,00,000 കോപ്പി വിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു എഴുത്തുകാരൻ്റെ ഒരു കൗതുകം എന്നിട്ട് ചോദിക്കുക, ഇതിൻ്റെ രചനാവേളയിൽ അനുഭവിച്ചിട്ടുള്ളൊരു സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, അതിൻ്റെ ആഖ്യാനവേളയിൽ പ്രത്യേകിച്ചിട്ട് ഈ നോവൽ അത് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എങ്ങനെ ഒരു രാവണൻ കോട്ടയിൽ അകപ്പെടുന്ന പോലുള്ള ഒരു നറേറ്റീവ് സ്ട്രക്ചറാണ്. അപ്പോൾ അത് എഴുതാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഏറ്റവും അധികം ത്രില്ല് അനുഭവിച്ച് എഴുതിയിട്ടുള്ള നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ വെല്ലുവിളി നൽകുന്ന ഒരു കൃതിയാണ് അയാളെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് 2 കഥാപാത്രങ്ങളാണ് ഒരേ സമയം കഥ പറയുന്നത്. ബെന്യാമിൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു സൈഡിൽ കൂടെ കഥ പറയുന്നു, ക്രിസ്ത്യൻ തപ്പേർ എന്ന് പറയുന്ന ആൾ മറു സൈഡിൽ കൂടെ കഥ പറയുന്നു. ഇത് രണ്ടും കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ എഴുത്ത് നമുക്ക് എഴുതി പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു അനുഭവമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ച ആ നോവലിനോടുള്ള എൻ്റെ ഒരു വലിയ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. 2 ആടുജീവിതം ഇറങ്ങിയതിന് ശേഷമുള്ള നോവലായിരുന്നു മഞ്ഞവെയിൽ മരണങ്ങൾ. അപ്പോൾ ആടുജീവിതം ഇങ്ങനെ പ്രശസ്തിയിലേക്ക് വരുന്നു, ആഘോഷിക്കപ്പെടുന്നു, പലതരത്തിലുള്ള വായനകൾ ഉണ്ടാവുന്നു. അപ്പോൾ അടുത്ത നോവൽ എന്ത് എന്നുള്ളൊരു വലിയ വെല്ലുവിളി സമൂഹത്തിൽ നിന്ന്, വായനക്കാരുടെ ഇടയിൽ നിന്നും നമ്മളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവുകയാണ്. അടുത്ത നോവൽ എല്ലാ എഴുത്തുകാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, പരക്കെ സ്വീകരിക്കപ്പെട്ട ഒരു കൃതിക്ക് ശേഷം ഒരു കൃതി വരിക എന്ന് പറയുന്നത്. അപ്പം ആ തരത്തിൽ കൂടി എനിക്ക് മഞ്ഞവെയിൽ മരണങ്ങളോടൊരു വലിയ താല്പര്യമുണ്ട്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ ഞാൻ ഭയങ്കര രോഗാതുരമായ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയ ഒരു ഘട്ടമാണ്. അക്കാഡമി അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേന്ന് പോയി ഞാനൊരു ഓപ്പറേഷൻ വിധേയമാകുന്നു. ആ ഓപ്പറേഷൻ ഭയങ്കരമായി ഫെയിലിയർ ആവുന്നു, ഏതാണ്ട് മരണത്തോളം പോകുന്നു. പിന്നീട് ഏതാണ്ട് 3 മാസക്കാലത്തോളം ഹോസ്പിറ്റൽ കിടപ്പായിരുന്നു. മരണത്തെ ഏതാണ്ട് മുഖാമുഖം കണ്ടു. അപ്പോഴൊക്കെ ഞാൻ മഞ്ഞവെയിൽ മരണങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോഴും അത് എവിടെ എഴുതിയിട്ടുമുണ്ട്. ഞാൻ ഈ അബോധാവസ്ഥയിൽ പോയി ഞാൻ മരിച്ചു എന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ചു. ഡോക്ടർമാരും വീട്ടുകാരോടൊക്കെ പറഞ്ഞു ഏതാണ്ട് കൈവിട്ടുപോയി, എന്തിനും തയ്യാറായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് മഞ്ഞവെയിൽ മരണങ്ങളിലെ എൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ എന്നാണ്. അത് യഥാർത്ഥത്തിൽ നോവലിൽ തന്നെ ചിലയിടത്ത് അത് ഒരു കഥാസന്ദർഭമായി വരികയും ചെയ്യുന്നുണ്ട്, ആശുപത്രിയിലായി എന്നുള്ള കാര്യമൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ എഴുത്തിനെക്കുറിച്ച് പറഞ്ഞാൽ
ക്രിസ്ത്യാന്തർ പേറിൻ്റെ ഒരു സൈഡിൽ എഴുതുകയും മഞ്ഞവിൽ അല്ല ഈ ബെന്യാമിൻ എന്ന് പറയുന്ന ആൾ പറയുന്ന കഥ പിന്നീട് എഴുതി ചേർക്കുകയും ചെയ്തതാണ്. അല്ലാതെ ഇതിങ്ങനെ എഴുതിയതല്ല, അതിനെ പിന്നീട് കുരുക്കി രണ്ടും കൂടി യോജിപ്പിച്ചതാണ്. അല്ലാതെ അത് അങ്ങനെയല്ല. എല്ലാ നോവലും അങ്ങനെയൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ സ്ട്രക്ചറിൽ ആദ്യം തൊട്ട് ഇങ്ങനെ എഴുതുകയല്ല ഞാൻ ഒരു നോവലും ചെയ്യുന്നത്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് എഴുതുക, എവിടെയെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക, പിന്നെ അതിനെ കൃത്യമായ ഒരു സീക്വൻസിൽ കൊണ്ടടുക്കുകയും ചെയ്യുന്ന ഒരു എഴുത്ത് രീതിയാണ് എനിക്കുള്ളത്. എല്ലാ നോവലിലും അതാണ്. ഇതിലും ഞാൻ ക്രിസ്ത്യൻ തപ്പേറിൻ്റെ സൈഡ് മുഴുവൻ ഒരു സൈഡ് എഴുതി വെക്കുകയും അത് മാത്രം പറഞ്ഞാൽ അതിനൊരു ഒരു ഭയങ്കര ഭംഗികേടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് വ്യാഴച്ചന്തയുടെ ഭാഗവും ബെന്യാമിൻ പറയുന്ന കഥയും പിന്നീട് എഴുതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനെ അടുത്ത ഘട്ടത്തിൽ വെച്ച് ഇതിനെ പല ഭാഗങ്ങളായിട്ട് മുറിക്കുകയും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു രചനാ രീതി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ദിയാഗോ ഗാർഷ്യയിലെത്തിയപ്പോൾ ഞാനൊന്ന് അമ്പരുന്നു. കാരണം വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഞാനൊരു കഥ എഴുതിയിരുന്നു, കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ട്, കിടപ്പറ സമരത്തിലുള്ള കഥയാണ്. അപ്പോൾ അതിൽ ദിയാഗോ ഗാർഷ്യ ദിയാഗോ ഗാർഷ്യ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത് മരിച്ചുപോയ മലയാളത്തിലെ പ്രഗത്ഭനായ പത്രാധിപരും എഴുത്തുകാരനായിട്ടുള്ള എസ് ജയേന്ദ്രൻ നായർ സാറിൻ്റെ റോസാതലങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ ജോൺ പിൽജറിൻ്റെ പുസ്തകത്തെ കുറിച്ചിട്ട് ഒരു നല്ല പീസുണ്ട്. അപ്പോൾ അതിൽ ദിയാഗോ ഗാർഷ്യനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ദിയാഗോ ഗാർഷ്യത്തെ കുറിച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി. പിന്നെ അവൻ എങ്ങനെയാണ് ദിയാഗോ ഗാർഷ്യയിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ വിദൂരമായ ഒരു ദ്വീപിൽ നടക്കുന്ന കഥ എന്ന ഒരു പ്ലോട്ടിൽ ആണ് ഞാൻ ആദ്യം എത്തുന്നത്. അത് ഒന്നാമത്തെ കാര്യം, ഞാൻ ബഹ്റിൻ എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ദീർഘകാലം 21 വർഷക്കാലം ജീവിച്ചത്. അവിടുത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പോലീസിങ് സിസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വളരെ അവ്യക്തമായി ഒരിക്കലും മനസ്സിലാവാതെ ഒരു നോവലിലേക്ക് പകർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ്. നിങ്ങൾ ഡിഗോ ഗാർഷ്യയിലെ എല്ലാ സിസ്റ്റവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒന്നും സിസ്റ്റവുമായി ചേർന്ന് നിൽക്കുന്നതല്ല. എന്നാൽ വളരെ അവ്യക്തമായി ഇത് ബഹ്റിനിലെ പല സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു വളരെ വിദൂരമായ ഒരു ദ്വീപ് അന്വേഷിച്ച് തുടങ്ങിയത്. അക്കാലത്ത് ഞാൻ US നേവിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 12 വർഷക്കാലം US നേവി അവർക്കൊപ്പം ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മിലിറ്ററി സർവീസിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പം അവർ പറയും, ഞങ്ങൾ ഡിഗോ ഗാർഷ്യ വരെ പോവാണ്. കാരണം US നേവിയുടെ ഒരു സൈനിക താവളമാണ് ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും ഡിഗോ ഗാർഷ്യയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയാം. ഒരിക്കലും നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. സമ്പൂർണ്ണമായും മിലിറ്ററി താവളമാണ്. ഒരു സഞ്ചാരിയെയും അവിടേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ ഇവർ എല്ലാ ദിവസവും അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി രാവിലെ പറയും, ഞങ്ങൾ ഡിഗോ ഗാർഷ്യ വരെ പോവാണെന്ന് പറയും. ഫ്ലൈ ചെയ്ത് ഡിഗോ ഗാർഷ്യ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ സ്ഥിരം ഡിഗോ ഗാർഷ്യ എന്ന് കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ഉദ്ദേശിച്ച ആ സങ്കീർണമായ നിയമവ്യവസ്ഥിതികളുള്ള, മനുഷ്യരെ ജയിലുകളിൽ പാർപ്പിക്കുന്ന, മനുഷ്യൻ്റെ ബോധത്തെ തകർത്ത് കളയുന്ന നിയമവ്യവസ്ഥകളുള്ള മറ്റൊരു രാജ്യത്തെ സങ്കല്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് എൻ്റെ കഥയെ പ്രതിഷ്ഠിക്കുന്നത്. ഞാൻ അടുത്ത ചോദ്യമായിട്ട് ചോദിക്കാൻ വിചാരിച്ചാൽ, നിങ്ങൾ എല്ലാ രാജ്യത്തും പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ദിയാഗോ ഗാർഷ്യയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, ഞാൻ ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കോ നിങ്ങൾക്കോ പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ പലരും ചോദിക്കും, ഡിഗോ ഗാർഷ്യയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ്? സത്യത്തിൽ നോവലിൽ പറയുന്ന ഒന്നും യഥാർത്ഥത്തിൽ ഡിഗോ ഗാർഷ്യയിൽ ഇല്ല. അവിടുത്തെ തെരുവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ചില പള്ളികളൊക്കെ, പഴയ പള്ളികൾ, അതൊക്കെയുണ്ട്. കാരണം അവിടെ ജനങ്ങളുണ്ടായിരുന്നു. ചാഗോസിയന്മാരെന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ സമ്പൂർണ്ണമായും ബ്രിട്ടീഷ് പുറത്താക്കിയിട്ടാണ് ആ ദ്വീപ് പിടിച്ചെടുക്കുന്നത്. അത് പിന്നെ അമേരിക്കൻ സൈന്യത്തിന്, നേവിക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര കോടതിയിൽ ചാഗോസിയന്മാർക്ക് അനുകൂലമായി ആ ദ്വീപ് വിധിച്ചു. പക്ഷേ അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം അന്താരാഷ്ട്ര കോടതിയല്ല, ഇനി ദൈവം തമ്പുരാൻ പറഞ്ഞാലും അവർ കൊടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അവരതിനുവേണ്ടി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നോവലിൻ്റെ ആദ്യത്തെ കവറ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വളരെ വിചിത്രമായ ഒരു മുഖമൊക്കെയുള്ള ഒരു കവർ. അത് യഥാർത്ഥത്തിൽ ഈ ചാഗോസിയന്മാർ അവരുടെ രാജ്യത്തിൻ്റെ പതാക എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പതാകയാണത്. അവരെന്തെങ്കിലും ഒരിക്കൽ
ഡിഗോ ഗാർഷ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ പതാകയാണ് എന്ന തരത്തിലേക്കാണത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലെ തെരുവുകൾ, പള്ളികൾ, മറ്റ് ഇടങ്ങളൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഞാൻ പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ പോയി കണ്ടിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ ഇടങ്ങളാണ് ഡിഗോ ഗാർഷ്യയിലേക്ക് ഞാൻ പറിച്ചു വെച്ചിട്ടുള്ളത്. അതെല്ലായ്പ്പോഴും എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ഭാവനാപരമായ ഒരു ദേശത്തെ ഒരിടത്ത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലയിടത്തും, ഇപ്പം ഞാൻ പറയും, ഞാനൊരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയും, നമ്മളൊരു വീട് വെക്കുന്നത് പോലെയാണ്. നമ്മളൊരു വീട് വെക്കുമ്പം നമ്മൾ പലതരത്തിലുള്ള ഹോം ഡെക്കർ മാസികകളിൽ കാണുന്ന പലതരത്തിലുള്ള സാധനങ്ങളെ നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മൾ കണ്ട നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുക്കള നമ്മൾ കൊണ്ടുവരും, മറ്റൊരു കൂട്ടുകാരൻ്റെ ഡൈനിങ് റൂം നമ്മൾ കൊണ്ടുവരും, കിടപ്പുമുറിയിലെ ഒരു അലങ്കാര വസ്തു നമ്മൾ മറ്റൊരിടത്ത് കണ്ടതായിരിക്കും. അങ്ങനെ പലയിടങ്ങളിൽ കണ്ട ഒന്നിനെ നമ്മുടെ സ്വന്തമാക്കുകയും നമ്മളുടെ രീതിയിലേക്ക് വാർത്തെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ വീടെങ്കിൽ, നമ്മുടെ നോവലിൽ നമ്മൾ കഥകൾ, സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ്. പലതരത്തിൽ പലയിടങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ, കേട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ പല സാധനങ്ങളെ നമ്മളൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യും. അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ അവിടെ ഉള്ളതാണ് എന്ന് വായനക്കാരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് നമ്മൾ എഴുത്തിൽ പൊതുവെ പുലർത്തുന്നത്. ഡിഗോ ഗാർഷ്യ എന്ന് പറയുന്ന നിങ്ങൾ നോവലിൽ വായിക്കുന്ന സ്ഥലം ഉണ്ടായതും അങ്ങനെയാണ്. ഈ അതിയാഥാർത്ഥ്യവും ഭാവനയും അത്രമേൽ ഭയങ്കര മുറുകി ചേർന്നിരിക്കുന്നുണ്ട് നോവലിൽ. ഇതിൽ വ്യാഴച്ചന്തയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിരക്ഷരൻ്റെ ബ്ലോഗിൽ ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അതിൽ അനിലുമായിട്ടും നട്ടപ്രാണനുമായിട്ട് അഭിമുഖമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ബഹ്റൈനിൽ അത്തരത്തിലൊരു വ്യാഴച്ചന്ത ബെന്യാമിൻ ജോലി ചെയ്യുന്ന കാലത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതിനകത്ത് റിയലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് വ്യാഴച്ചന്തയാണ്. ഞാൻ ഈ ബഹ്റിലുണ്ടായിരുന്നപ്പം ഞങ്ങൾ ആ നോവലിൽ പറയുന്ന വ്യാഴച്ചന്തയിലെ എല്ലാ സുഹൃത്തുക്കളും ജീവിച്ചിരിക്കുന്നവരുമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും, അന്ന് വെള്ളിയാഴ്ചയാണല്ലോ അവിടെ അവധി, അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടുകയും ഇങ്ങനെ സാഹിത്യം ചർച്ച ചെയ്യുകയും കറങ്ങി നടക്കുകയും സിനിമ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഈ അനിൽ വെങ്കോടെന്ന് പറയുന്ന ആളിനൊരു കാറുണ്ട്. അനിലിൻ്റെ കാറിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് കൾച്ചറൽ ആംബുലൻസ് എന്നാണ്. അത് നോവലിലും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ കൂട്ടുകാരെ കൂടി ഈ നോവലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ഇങ്ങനെ ഒരു അന്വേഷണാത്മകമായ ഒരു കൃതി എഴുതുമ്പോൾ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മാത്രം അന്വേഷണ ബുദ്ധിയിലല്ല, മറ്റനേകം ആൾക്കാരുടെ ഒരു അന്വേഷണ ബുദ്ധിയിലാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തതിൽ നിന്നാണ് അതിൽ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അവരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഏകദേശം അവരൊക്കെ അങ്ങനെ തന്നെയാണ് താനും. അവർ പലരും ഇവിടെ വന്നിട്ടുമുണ്ട്. ഇവിടെ നമ്മുടെ KLF കാണാൻ വേണ്ടി അവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പിതാക്കന്മാരുടെ മുറിയിൽ നിന്ന് അന്ത്രപ്പേരിന്റെ ഒരു പുസ്തകമുണ്ട്, അന്ത്രപ്പേരിന് കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്, കന്യാഭോഗസൂക്തം. അത് നിട്ടപ്രാണൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പുസ്തകം കിട്ടാൻ വഴിയുണ്ടോ? ആ പുസ്തകത്തിനകത്തുള്ളതെല്ലാം ഇതിൽ പറയുന്നുണ്ടല്ലോ, നോവലിൽ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ അതൊരു ഫിക്ഷണൽ കൃതിയാണ്, യഥാർത്ഥ കൃതിയല്ല. അയ്യോ, മഞ്ഞവിൽ മരണങ്ങളെ സംബന്ധിച്ച് ധാരാളം രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയല്ലേ. ഇതിൽ ജയേന്ദ്രൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, നമ്മളെ അന്ത്രപ്പേരിന്റെ സുഹൃത്തായിട്ടുള്ള ജയേന്ദ്രൻ പറയുന്നുണ്ട്, ഏതൊരു എഴുത്തുകാരനും ഞാൻ മാക്സിമം 50 പേജിൻ്റെ സൗജന്യം നൽകും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വായിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എഴുത്തുകാരനാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അന്ത്രപ്പേര് പറയുന്നുണ്ട് 5 പേജിൻ്റെ സൗജന്യം നൽകും. അപ്പോൾ ബെന്യാമിൻ്റെ റൈറ്റിംഗ് തോട്ട് എന്ന് പറയുന്നത് 50 പേജാണോ 5 പേജാണോ? 5 പേജാണ്. 5 പേജാണ്. കാരണം പുതിയ കാലത്ത് 5 പേജ് പോലും അധികമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. 1-ാം പേജിൽ തന്നെ വായനക്കാരനെ പിടിച്ചെടുത്തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ വായനക്കാരൻ മറ്റ് വഴി തേടിപ്പോകുന്ന ഒരു കാലത്തിലാണ് നാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നമ്മൾ ഓരോരുത്തരും പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അടുത്ത നിമിഷം ഞാനിത് മടക്കി മറ്റൊരു കാര്യത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കാം, ഫേസ്ബുക്കിൽ നിന്ന് നോക്കണമെന്ന് തോന്നിയിരിക്കാം, യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ബോധം ഇങ്ങനെ അബോധത്തിൽ വിളിച്ചുകൊണ്ടിരിക്കാം. ഇതിനെയെല്ലാം തടഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിലേക്ക് അയാളെ പിടിച്ചു നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം എഴുത്തുകാരൻ്റേത് മാത്രമാണ്, ആരുടേതുമല്ല. ബെന്യാമിൻ പാവം, അയ്യോ ഗൾഫിൽ പോയിരുന്ന കഷ്ടപ്പെട്ട് എഴുതിയ പുസ്തകമാണ്, എന്നാൽ 10 പേജ് കൂടുതൽ വായിച്ചേക്കാമെന്ന് ഒരു വായനക്കാരനും തീരുമാനിക്കില്ല. ഇത് എനിക്ക് വായിക്കേണ്ടതാണ്, എനിക്കിത് വായിക്കാതിരിക്കാൻ വയ്യ എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് വായിക്കുന്നത്. പുതിയ കാലത്ത് ആ വെല്ലുവിളി വളരെ വലുതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് 5 പേജിനേക്കാൾ മുൻപേ തന്നെ വായനയിൽ ഉള്ളിലേക്ക് അവരെ പിടിച്ച് പ്രവേശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പുതിയ കാലത്ത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വായനക്കാർക്ക്
ബാറ്റൺ കൈമാറേണ്ട സമയമായി. ഇനി തീർച്ചയായിട്ടും. ഒറ്റ വാക്കിൽ ഒരു 3 ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം പറയണ്ട. ഓ. ഒന്നാമത്തെ, ഈ അനിലിനൊപ്പം ബെന്യാമിൻ പോകുന്നിടത്താണല്ലോ നോവൽ തുടങ്ങുന്നത്, മറിയസേവ ആണ്. മറിയസേവ കണ്ടിട്ടുണ്ടോ? മറിയസേവ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞ അനുഭവത്തിൽ നിന്നാണ് ആ മറിയസേവയിലേക്ക് എത്തുന്നത്. അതിൻ്റെ സഹായിയായി വർദ്ധിച്ച ഒരാൾ എൻ്റെ ജോലിയിലിടയിൽ ലിഫ്റ്റ് നന്നാക്കാൻ വേണ്ടി വന്നു. ഞാനിങ്ങനെ നോവലൊക്കെ എഴുതുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറിന് പറ്റുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മറിയസേവയുടെ കാര്യം പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഞാൻ മറിയസേവയിലേക്ക് എത്തുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. രണ്ടാം ഭാഗം ഉണ്ടോ? രണ്ടാം ഭാഗമുണ്ട്. അതായിരുന്നു രാവിലത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗം അതായിരുന്നു. രണ്ടാം ഭാഗം ക്ലൈമാക്സ് വെളിപ്പെടുത്തോ? ഇല്ലില്ല, വെളിപ്പെടുത്തില്ല. എന്തൊരു കഷ്ടമാണ് ഇത്, വായനക്കാരോട് ചെയ്യുന്ന കൊടും പാതകമാണ്. അല്ല, എന്നാലും മഞ്ഞവെയിൽ മരണങ്ങളുടെ 1ാം ഭാഗത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അതിനകത്ത് ഉണ്ടാവും. ഇനി വായനക്കാർക്ക് ചോദിക്കാം. കൈമാറാം. സാർ, ഈ പൊതുവെ മഞ്ഞവെയിൽ മരണങ്ങൾ അതുപോലെ മുല്ലപ്പൂ നിറമുള്ള പകലുകളൊക്കെ വായിക്കുമ്പോഴും ഫാക്റ്റും ഫിക്ഷനും തമ്മിൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഡീഗോ ഗാർഷ്യയിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്, തമിഴ് സംസ്കാരവും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നത്. ഞാനതിനെക്കുറിച്ചൊരു അന്വേഷണവും വേറെ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ആധുനിക കാലത്ത് എഴുതുമ്പോൾ കുറച്ചുകൂടി നമ്മളുടെ യാഥാർത്ഥ്യങ്ങളെ തന്നെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു അവസ്ഥ മാറി. ഇങ്ങനെ ഇപ്പോൾ ഒരു ഫ്രാൻസിസ് സിറ്റിക്കോര മുതൽ മലയാളത്തിൽ നോക്കുന്ന ഒരുപാട് നോവലുകൾ ഇത്തരം ഫാക്റ്റും ഫിക്ഷനും തമ്മിൽ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ഈ ഉത്തരാധുനിക ജീവിത ശൈലി, സാങ്കേതിക വിദ്യയൊക്കെ വളർന്ന് അങ്ങനെ മാറിയത് കൊണ്ടാണോ അപ്രകാരം ഒരു രണ്ടും കൂടി കുഴയുന്ന ഇങ്ങനത്തെ ഒരു ഇടം വന്നുപോയത്? അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ള ചില കാര്യങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ ഫിക്ഷനിലായ ചില ഇടങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സെന്തിലിനെ ആര് കൊന്നു എന്ന് ചോദ്യം നിങ്ങൾ ഉയർത്തുമ്പോൾ നമ്മുടെ രാജ്യത്തും ലോകത്തെമ്പാടും വെളിപ്പെടാതെ തെളിയിക്കപ്പെടാതെ പോകുന്ന എത്രയോ അധികം കൊലപാതകങ്ങളിലേക്കാണ് ആ ചോദ്യം എത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വെച്ച് അപ്രത്യക്ഷരായി പോകുന്ന മനുഷ്യരുണ്ട്. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം, ആ ചോദ്യങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതിലൂടെ ആണ് നമ്മൾ, അല്ലാതെ സെന്തിലിനെ ആര് കൊന്നു എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമില്ല. നമ്മൾക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്ന് പറയുന്ന ഒന്നിലേക്ക്. 2 മഞ്ഞവെയിൽ മരണങ്ങളിലെ എല്ലാ കുറ്റവാളികളും ഈ പ്രധാന കഥാപാത്രങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പം പുതിയ കാലത്ത് കുറ്റവാളി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ഒരാളല്ല എന്നും നമ്മുടെ സമൂഹത്തോടൊപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിലെ പ്രതികളായി വരുന്നത് എന്നും പറയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ സൃഷ്ടിക്കുന്ന ഫിക്ഷനിലായ ചില സന്ദർഭങ്ങളും ഫിക്ഷനിലായ ചില സ്ഥലങ്ങളുമാണ് അത്. അപ്പം ആനന്ദ് പറയുന്നത് പോലെ ഒരു കൃതിയിൽ ഫാക്റ്റും ഫിക്ഷനും നിശ്ചയമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടത് ഫാൻറ്റസിയാണ്. 3 എഫുകൾ ഉണ്ടാവണമെന്നാണ് ആനന്ദ് പറയുന്നത്. ഇത് 3 ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വായനക്കാരനൊരു വലിയ കൗതുകം ഉണ്ടാകുന്നത്. അത് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എപ്പോഴും എഴുത്തിലൂടെ ശ്രമിക്കുന്നത്. സർ, ഈ നോവലിൽ ഡീഗോ ഗാർഷ്യ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമാണ് ഉദയംപേരൂർ. അപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് ഈ ഫിക്ഷൻ എങ്ങനെയാണ് സാർ എത്തിച്ചത്? ഉദയംപേരൂരിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഏതാണ്ട് 90% ശരിയാണ്. കാരണം ഒരു നോവലിനകത്ത് നിങ്ങൾക്ക് സത്യസന്ധത തോന്നണമെങ്കിൽ സമ്പൂർണ്ണമായി കള്ളം പറയരുത്, അവിടെ ചില സത്യങ്ങൾ കൂടി പറയണം. നിങ്ങൾ ഉദയംപേരൂരിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഉദയംപേരൂർ പള്ളി കാണാം, ഉദയംപേരൂരിലെ വില്ലാർവട്ടം തോമാരാജാക്കന്മാരുടെ ശവകുടീരം കാണാം. അവിടെ വില്ലാർവട്ടം തോമാരാജാക്കന്മാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്രിസ്ത്യൻ രാജവംശം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന വലിയടത്തമ്മയുടെ പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയടത്തമ്മയുടെ ആരാധന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് വരാനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ എന്നെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലാർവട്ടം തോമാരാജം. അപ്പോൾ അവരെ കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. 2, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ എന്തിനാണ് മഞ്ഞവെയിൽ മരണങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്ന്, നിങ്ങൾ ഇന്ത്യയിലുടനീളം നോക്കിയാൽ എന്നോ അസ്തമിച്ചു പോയ എല്ലാ രാജകുടുംബങ്ങളും രാജവംശങ്ങളും അവരുടെ അനന്തര തലമുറകളെ വാഴിച്ചുകൊണ്ട്
പുതിയ രാജാക്കന്മാരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് ഒരു രാജാവ് ഉണ്ടാവുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ രാജാവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ സ്വയം രാജാക്കന്മാരാണ്. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോ ജനാധിപത്യം വന്നതോ ഒന്നും മനസ്സിലാക്കാതെ നാളെ ഒരിക്കൽ തങ്ങളുടെ രാജ്യം തിരിച്ചു വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട്. അതിനെ കൂടി കാണിക്കാൻ വേണ്ടി അതിനാണ് വില്ലാർവട്ടം കൊണ്ടുവരുന്നതും ആ വില്ലാർവട്ടത്തിലെ അനന്തരാവകാശികളെ അവർ രഹസ്യമായി വാഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വില്ലാർവട്ടത്തെക്കുറിച്ച് പറയുന്നതിനല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയപരമായ ഒരു സാഹചര്യം പറയുന്നതിനാണ്. അങ്ങനെ പൊളിറ്റിക്കലി കൂടി മഞ്ഞവിൽ മരണങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ അങ്ങനെ കൂടി മഞ്ഞവിൽ മരണങ്ങളെ വായിക്കണം, അല്ലാതെ അത് വെറുതെ ഒരു 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 കുറ്റാന്വേഷണ നോവൽ, കൗതുക നോവലിൽ നിന്നപ്പുറത്തേക്ക് വളരെ പൊളിറ്റിക്കലായ ചില സാഹചര്യങ്ങൾ കൂടി അതിനകത്തുണ്ട്. അതിനാണ് ഈ ഒരു സാഹചര്യം ഞാൻ അതിനേക്ക് കൂട്ടി ഇണക്കി ചേർത്തത്. താങ്ക് യു. ഇപ്പം മഞ്ഞവേലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫാക്റ്റും ഫിക്ഷനും ഒക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്ന്. അപ്പം സാറിൻ്റെ തന്നെ ആടുജീവിതം ഒക്കെ ഒരുപാട് വിവാദം ഒക്കെ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ ഫാക്റ്റും ഫിക്ഷനും ഒക്കെ ചേരുമ്പോൾ വായിക്കുന്ന ആളുകൾ അത് പൂർണ്ണമായിട്ടും അതുപോലെ അക്ഷരം പ്രതി നടന്നതാണ് എന്ന് ധരിക്കുന്നത് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് പറയാം. ഇപ്പം ഷാജിയേട്ടൻ്റെ പുസ്തകമാണെങ്കിൽ ഒരു നാടിനെ പറ്റി, ഏർക്കാന എന്ന നാടിനെ പറ്റി ആണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത് എൻ്റെ നാടിനെ കുറിച്ചാണ് പറയുന്നത്, എനിക്കറിയുന്ന ആളുകളെ കുറിച്ചാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഇപ്പം നജീബിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പല സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് അത് നോവലാണെന്ന് പറഞ്ഞിട്ടും ആടുജീവിതം ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല എന്ന് വായിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് അങ്ങനെ തന്നെ അക്ഷരം പ്രതി അയാൾക്ക് സംഭവിച്ചതാണ്, അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഷാജിയേട്ടനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായിക്കുന്ന ആളുകൾ കാണുന്നതിനെ പറ്റി ഇപ്പം പറഞ്ഞല്ലോ, ആനന്ദിൻ്റെ പറഞ്ഞു ഫിക്ഷൻ വേണം, ഫാൻറ്റസി വേണം, ഫാക്റ്റ് വേണം. അപ്പോൾ ഇത് മിക്സ് ആക്കുമ്പോൾ വായിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും അത് ഫാക്റ്റാണ്, ചിലപ്പോൾ അതുപോലെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം തോന്നുന്നതിലപ്പുറം കൂടുതൽ വായനക്കാരും കാണുന്ന അത് വളരെ സംഭവിച്ച കാര്യമാണ് എന്ന് തോന്നുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയാണ്? സത്യത്തിൽ അതൊരു എഴുത്തുകാരൻ്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഒരു സാധനം എഴുതി ഒരാളെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് അത്രയൊന്നും എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും ഇതിനെ അവിശ്വസിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പം ഗോപിനാഥ് മുതുകാട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാജിക്ക് കാണുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഈ മാജിക്ക് പൊളിഞ്ഞു പോകണമേ എന്നാണ്. ആ പൊളിഞ്ഞു പോകാതെ അതിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു മജീഷ്യൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് പോലെ ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വായനക്കാരനും വായിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഒരാളുടെ ഒരു കഥ പറഞ്ഞ് 10-ാം മിനിറ്റ് അല്ല 3-ാം മിനിറ്റിൽ അവൻ പറയും നീ ഭയങ്കര ബടായി അടിക്കുന്നു, ഇതൊന്നും ഓടെ എന്ന് പറയുന്ന ഇടത്താണ് നമ്മളിത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ്, ഇങ്ങനെ തന്നെയാണ് നടന്നത് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതൊരു എഴുത്തുകാരൻ്റെ വിജയമാണ്, അക്ഷരങ്ങളുടെ വിജയമാണ്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളും അത്തരം പറച്ചിലുകളും ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരന് കിട്ടുന്ന, എൻ്റെ ഭാവനയ്ക്ക് കിട്ടുന്ന, എൻ്റെ ഫാൻറ്റസിക്ക് കിട്ടുന്ന, എൻ്റെ സർഗാത്മകയ്ക്ക് കിട്ടുന്ന വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാനതിനെ ആ തരത്തിലാണ് കാണുന്നത്. താങ്ക് യു.